ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എടുത്തൊരു വീഡിയോ കേട്ടോ ഇത് ഇപ്പോൾ ഞങ്ങൾക്കിവിടെ ന്യൂസിലാൻഡിൽ വിൻ്റർ തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് രാവിലെയൊക്കെ ഇങ്ങനെ നനഞ്ഞ് കുളിച്ച്. പക്ഷെ മഴ വന്നാൽ നമുക്കൊരു തണുപ്പ് മാറും നമുക്ക് കുറച്ച്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എനിക്ക് ഇന്ന് ജോലിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ രാവിലെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ ചെടികളെയൊക്കെ നോക്കിയപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. ഇതിന് മുന്നേ ഞാൻ എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ എല്ലാ ഇലകളൊക്കെ പൊഴിഞ്ഞ് നിൽക്കുന്ന ഇപ്പം ഞങ്ങളുടെ ഒരു ബാക്ക് യാർഡാണിത്. രാവിലെ ജസ്റ്റ് ഒരു ചായ കുടിച്ച് ഞാനിങ്ങനെ ഇതെന്നാ പറയണ ജോൺസൺ മാഷിൻ്റെ പാട്ടും ഒക്കെ എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് ഇപ്പോൾ ഇത് ഞങ്ങളുടെ കിവി ഫ്രൂട്ട് ഞാനിതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. കിവി ഞങ്ങൾ അച്ചാറിട്ടതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഇലകളൊക്കെ പൊഴിഞ്ഞ് ഇനിയിപ്പോൾ പഴുത്തു തുടങ്ങി കേട്ടോ. ഇത് പതുക്കെ ഞെക്കി നോക്കിയാൽ പതുക്കെ ഞെങ്ങ് കൊള്ളാനുണ്ട്. അപ്പം ഈ ഒരു മാസം അവസാനത്തേക്ക് ഇതെല്ലാം നല്ലതായിട്ട് പഴുത്ത് പിന്നെ അത് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ കുറേ നമ്മൾ അച്ചാറിട്ടായിരുന്നല്ലോ, ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഈ അവക്കാഡോ മരം ഇല്ലേ, ഈ നിൽക്കുന്നത് അവക്കാഡോ മരമാണ്. അതാണ് എനിക്ക് പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് ഞാൻ പറഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വർക്ക് പ്ലേസിൽ വെച്ച് എന്നോട് എൻ്റെ ഒരു കൊളീഗ് ഒരു കൊച്ചി ചോദിച്ചു, ചേച്ചി മരം കൊണ്ടുപോകണ്ടോയെന്ന് ചോദിച്ചു. ഞാനിത് ഏത് മരമാടാ ഇതെന്നെ ഈ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോഴവരാണ് എൻ്റെ ചേച്ചി വീഡിയോയിൽ പറഞ്ഞില്ലേ അത് കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരാളൊക്കെ എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയോ. അന്നേരം പറഞ്ഞ് യൂട്യൂബ് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ കയറി വന്നതാ. അപ്പോൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഈ മരമാണ് ആ മരം. അപ്പോൾ എന്തായാലും ഈ മരം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു. ഇനി അതത്രയും വലുതാണ്, അതൊന്നും അവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഇത് കണ്ടോ, ഇതൊരു കുഞ്ഞ് അവക്കാഡോ ചെടിയാട്ടോ. എൻ്റെ വേറൊരു ചെടിച്ചട്ടിയുടെ സൈഡിൽ മുളച്ച് വന്നേക്കുക. എനിക്ക് ഭയങ്കര അതിശയായിപ്പോയി. എനിക്കത് മറ്റേത് കൊണ്ടുപോകാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ദൈവം എനിക്ക് അറിഞ്ഞു തന്നു. ഞാനിപ്പോൾ എൻ്റെ മക്കളോടൊക്കെ പറയുമായിരുന്നു, എൻ്റെ ആ സങ്കടം ദൈവം അറിഞ്ഞത് എനിക്കൊരു കുഞ്ഞ് വേറൊരു തൈ മുളച്ചേക്കുക. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീടാട്ടോ. ഇപ്പം അതിൻ്റെ ഒരു ചുറ്റുപുറമൊക്കെ ഞാനൊന്ന് കാണിക്കാമെന്ന് ഓർത്തു. ഞങ്ങൾ ഇവിടെ നിന്ന് മാറുക ഈ വീട്. അപ്പോൾ ഈ വീട് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷങ്ങൾ തന്നിട്ടുള്ളൊരു വീടാട്ടോ. എന്നാ പറയണത്, എൻ്റെ പിള്ളേരൊക്കെ ഇവിടെ വന്നപ്പോൾ ചെറിയ പിള്ളേരായിരുന്നു, സ്കൂളിൽ പഠിക്കുമായിരുന്നു. സ്കൂളാണെങ്കിൽ അടുത്തായിരുന്നു കേട്ടോ, അവർക്ക് നടന്നു പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വീട് എന്തായാലും എടുക്കാൻ തീരുമാനിച്ചത്. ഒത്തിരി പഴയ വീടാണ്, 1930 പണിതിരുന്ന വീടാണ്. അപ്പോൾ എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് നല്ല തൊട്ടടുത്തൊരു മാളുണ്ട്. എന്താ പറയുക, റോഡ് ആക്സസ് മീൻസ് ഈ ബസ് റൂട്ടാണിത്. നമുക്ക് പുറത്തേക്ക് പോകാനും എടുക്കാനും എല്ലാം കൊണ്ടും ഒത്തിരി സൗകര്യമുള്ളൊരു വീടായിരുന്നു. പക്ഷേ വീട് കുറച്ച് പഴയതായിരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും ഉള്ളിൽ ഒത്തിരി സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ വീട് മിസ് ചെയ്യും. വീട് മിസ് ചെയ്യണേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഈ പരിസരമൊക്കെ മിസ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും പുറത്തേക്ക് ഇറങ്ങാനും എല്ലാത്തിനും നല്ല സൗകര്യമായിരുന്നു. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനും ഒക്കെ നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമായിരുന്നു. പുതിയ വീടെന്ന് പറയുമ്പോൾ അത് റെസിഡൻഷ്യൽ ഏരിയ, അപ്പോൾ നമുക്ക് നടക്കാൻ പോകാനൊക്കെ നല്ല സൗകര്യമാണ്. ഇതുപോലെ മെയിൻ റോഡല്ലല്ലോ. പിന്നെ ഇവിടുത്തെ ഈ വീട് ഞങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്യും. കിവി ഫ്രൂട്ട്, അതുപോലെ തന്നെ മുന്തിരിയുണ്ട്, ഇതെല്ലാം ഞങ്ങൾക്ക് മിസ് ചെയ്തു. ഇപ്പോൾ ഇഷ്ടംപോലെ മുന്തിരി ഉണ്ടായിരുന്നു, ഞാൻ വേറെ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അതെല്ലാം ഇപ്പം പോയി. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് വെറുതെ കമ്പ് പോലെ അവിടെ നിൽക്കുമോ. ഞങ്ങൾ വേറെ മുന്തിരിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് പോകുമ്പോൾ അവിടെ വെക്കാനായിട്ട്. പക്ഷെ അതൊക്കെ നന്നായി വരുമെന്ന പ്രതീക്ഷയിൽ ഇതൊക്കെയായിട്ട് പോവുകയാണ് അങ്ങോട്ട്. നമുക്ക് ശുഭപ്രതീക്ഷയാണല്ലോ വേണ്ടത്. ഈ ചെടിയുണ്ടോ, ഇത് കുറേ വർഷമായിട്ട് പൂവില്ലാതെ നിന്നാ. ഞാൻ നല്ല പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. പക്ഷേ കുറേ നാളായിട്ട് പൂവേ ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇനിയിപ്പോൾ ഇത് കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം കടയിൽ ചെന്നപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഒരു വളം തന്നു. അതിട്ടപ്പോൾ ഇത്രയും പൂവുണ്ടായി. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഓർത്തു, ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിലും പല സംഭവങ്ങളൊക്കെ. ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതിയായിരിക്കും, പക്ഷെ നമുക്കറിയത്തില്ല അതെന്നാ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ നമുക്ക് ആ ചെറിയ മാറ്റം വരുത്തിയാൽ നമുക്ക് ഭയങ്കരമായ സന്തോഷം തരുമായിരിക്കും. പക്ഷേ അതെന്നാന്ന് അറിഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതാണ് ഞാൻ എൻ്റെ ഈ അവക്കാഡോ ചെടീനെ പറ്റി പറഞ്ഞില്ലേ, കുഞ്ഞ് അവക്കാഡോ എനിക്ക് ഉണ്ടായി വന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ പിള്ളേരൊക്കെ ഇതൊക്കെയാണോ വീഡിയോയിൽ പറഞ്ഞതെന്ന് അവർക്ക് അങ്ങനെ ഒരു ചിന്തയാണ്. പക്ഷേ ഞാൻ ഓർത്തു, എൻ്റെ തലമുറയിലുള്ള എൻ്റെ പ്രായമൊക്കെയുള്ള എന്നെപ്പോലെ ചിന്താഗതിയുള്ള ആരെങ്കിലുമൊക്കെ കാണും, അപ്പോൾ അവർ ഓർക്കുമായിരിക്കും, അത് ശരിയാണല്ലോ ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര അതിശയാട്ടോ. വെച്ചാൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല, അതിന് പകരം ദൈവം എനിക്ക് ഒരെണ്ണം തന്നു. ഇപ്പോൾ ഈ കാണുന്നത് ഞങ്ങളുടെ വാട്ടർ ഹീറ്റർ കേട്ടോ. അപ്പോൾ ഇതിനെ പുറത്താണ് ഞാൻ എണ്ണയൊക്കെ വെക്കുന്നത്. അപ്പോൾ എപ്പോഴും ചൂടുവെള്ളം നിൽക്കണ കാരണം എണ്ണയൊന്നും തണുത്ത് പോവില്ല, കട്ടിയാവില്ല. അതുപോലെ തന്നെ ദോശയ്ക്കൊക്കെ അരച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ വയ്ക്കും. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും പൊങ്ങും.
അപ്പോൾ അത് എനിക്ക് എളുപ്പമായിരുന്നു അതൊക്കെ. ഇവിടെ ഇവിടെ ഇപ്പോൾ പുതിയ വീടുകളിലൊക്കെ ഗ്യാസ് ആയതുകൊണ്ട് ഇതൊന്നും ഇനി കാണാൻ പറ്റില്ല. നല്ല അന്യം നിന്ന് പോകുന്ന സംഭവങ്ങളാണിതൊക്കെ. അപ്പോൾ ദോശമാവിൻ്റെ സ്റ്റെയിൻസൊക്കെയാണ് അവിടെ കാണുന്നത്. ഇതില്ലേ, ഈ ബോട്ടിലിൽ ഇത് ശരിക്കും പറഞ്ഞ് തലയിൽ എണ്ണ തേക്കാൻ ഉപയോഗിക്കണം കേട്ടോ. നമ്മുടെ കയ്യിൽ പോലും പറ്റണ്ട. ഇത് നേരെ അങ്ങോട്ട് കമത്തിയാൽ മതി തലയിട്ട്. അപ്പോൾ കുറച്ച് വീഴുകയും ചെയ്യുള്ളൂ. ഇതിന് ഹോളുണ്ട് അതിൻ്റെ അറ്റത്തെ. അപ്പോൾ ഇത് തലയിട്ട് വീണോളൂ. നമ്മുടെ കയ്യിലും പറ്റിയാൽ ഒത്തിരി വീഴുകയില്ല, എളുപ്പമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്നാ പറയണ, ഒരു മഴയുള്ള മഴ, ചെറുതായി മഴ പെയ്യുന്നു. ഇന്നലെ രാത്രിയൊക്കെ നന്നായിട്ട് മഴ പെയ്തു, പിന്നെ ഒരു ചെറിയ മഴ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ തീർക്കുവാണ്. പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല, പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു ഇങ്ങനൊരു വീഡിയോ എടുക്കാമെന്ന്. ഓക്കേ, ബൈ ബൈ, സീ യു.